ചേട്ടാ എന്തായിട്ടാ പെണ്ണുക്കും ഉണ്ടാവില്ല വികാരങ്ങള്? നിങ്ങൾ ആണുങ്ങൾക്ക് മാത്രമുള്ള ഒരു കമ്പിക്കഥ പറയുന്നു. എപ്പോഴാ കാണുക? എനിക്ക് ചില നേരത്ത് ഉറക്കത്തിൽ നിൽക്കും, രാവിലെ ഉറക്കത്തിൽ നിൽക്കുമ്പം ഞാൻ മൊബൈലൊക്കെ ഇങ്ങനെ നോക്കും, ഇങ്ങനെ കിടക്കും, ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ കാണും. അപ്പം ഇങ്ങനെ നമുക്ക് ഇഷ്ടപ്പെട്ട മനസ്സിൽ ഓർക്കും. ഇപ്പം എനിക്ക് വലിയ നല്ല മൂടാവും. ഇങ്ങനെ എന്താ പറയാ, നമ്മള് ചെയ്ത കാര്യങ്ങൾ ഓർക്കും. അതെനിക്ക് നല്ല മൂടാവും. സ്വയംഭോഗം ചെയ്യുന്നത് കിഴങ്ങ് കയറ്റിയിട്ടാണ്. അല്ലടാ, പടവലങ്ങ കയറ്റിയിട്ട്. എന്തിയേ? എനിക്കിവിടെ പടവലങ്ങ കിട്ടാൻ സ്റ്റോക്ക് എടുത്ത് വെച്ചേക്കാം ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ. ഇത്ര നിങ്ങളുള്ള പടവലങ്ങ എന്തിയേ? പോടും നിങ്ങൾക്ക് അയ്യേ, ഇങ്ങനെയൊക്കെ ഉണ്ടോ? ഞാൻ അങ്ങനെ ഒന്നും ചെയ്യാറില്ല. ഒന്ന് പോടൂ. അയ്യേ, നാട്ടുവഴങ്ങാനാണ്. എടാ നീയൊക്കെ എന്ത് ചോദ്യടാ ചോദിക്കുന്നേ? അയ്യേ, വളരെ മോശം. രാവിലെ പോയിട്ട് എന്തായി? അടിച്ചു പൊളിച്ചോ? രാവിലെ എവിടെ പോയിട്ട്? നാണം വരുന്നു, നല്ല ചന്തമുണ്ട്. അങ്ങനെയല്ല, നിങ്ങൾ ഞാനൊക്കെ കേട്ടിട്ട് വിളിച്ചു. എനിക്ക് അങ്ങനത്തെ പോകുന്നില്ല കേട്ടോ. ഓപ്പണായിട്ട് പറയുന്നതുകൊണ്ട് എനിക്കൊരു കുഴപ്പമില്ല. ഞാൻ അങ്ങനത്തെ ഞാൻ കലയ്ക്ക് എടാ അതിനൊന്നും എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല. ഓക്കെ, പടവലം ചെറുതോ വലുതോ? ഇത് ഏതവനാ ഇപ്പൊ നോക്കിയാലും ഇതിന് പണി. സാധനം ഫിനിഷ് ഫുൾ എടുത്തു. ഇനി നോട്ട് ഇനി നെക്സ്റ്റ് വീക്ക് കൊടുത്ത് ഇനി കള്ളില്ല. ഇനി എപ്പോഴും വന്ന് ഡോറെ മുട്ടും. അപ്പൊ അതുകൊണ്ട് ഞാൻ ആ കുട്ടി കൊടുത്തു വിട്ടു. പാവ എന്റെ വിവേടെ എനിക്ക് കുടിക്കാൻ മേടിച്ചതാ. അങ്ങനെ ഞാൻ ആ സാധനം കുടിക്കിട്ട് തലവേനെടുക്കും. അവരെപ്പോഴും വന്ന് ഡോറെ മുട്ടിട്ട് സാധനം ഉണ്ടോ ചോദിക്കാം. അപ്പൊ ഞാനത് എടുത്തു കൊടുത്തു. പിന്നെ വരില്ല, സാധനം ഒന്നും ഇവിടെ ഇല്ല. എനിക്ക് കള്ളില്ല റൂമിന്റെ ഉള്ളില്. നല്ലത് വഴുതനങ്ങയാണ്. എന്റെ പൊന്നു മോനെ, ചെയ്യലില്ല എന്ന് പറഞ്ഞില്ലേ? എടാ എനിക്ക് അതിന്റെ ആവശ്യമില്ല. ഞാൻ അത്ര കഴപ്പ് വരുന്നില്ല വിചാരിച്ചു. നീയൊക്കെ ഒന്ന് പോടോ. ഞാൻ ഇപ്പോൾ വരും. വഴുതനങ്ങ ശരിയല്ല. ദേ മതിട്ടാ. ചേച്ചി ഫുഡ് കഴിച്ചോ? ഗ്യാസ് ഉരുളക്കിഴങ്ങിട്ടാണ് തോന്നുന്നെങ്കിൽ. ചേച്ചി ദുബായിൽ എവിടെയാ? ഫ്രീ ആയിട്ട് കൊടുത്തതാണോ? ഞാൻ കാശ് മേടിക്കാറൊന്നുമില്ല. എന്തിനാ? അവര് നമുക്കും തരാറുള്ളതല്ലേ. ഗസ്റ്റ് എടുക്കുമല്ല. ബിജിമോൾ സുഖാണോ? വെളിവില്ലാത്തവനെ, എന്താ വിശേഷം? സുഖല്ലേ? എടാ ഞാൻ നിങ്ങൾ എന്ത് വെച്ചാലും നോണ പറയത്തില്ല. ചോദിച്ചതിന് അപ്പ തന്നെ മറുപടി തരും. നേര് മാത്രമേ പറയുള്ളൂ. ഓക്കെ, ചോദിക്കണം നിങ്ങൾ ചോദിച്ചോ, നോണ പറയില്ല. ഓക്കെ, എൻ്റെ തല പൊട്ടിത്തെറിച്ച് പൊക്കോട്ടെ. ഈ കിടന്ന കിടപ്പിന് ഞാൻ മരിച്ചു പൊക്കോട്ടെ. നിങ്ങൾ എന്ത് ചോദിച്ചാലും ഞാൻ നേര് പറയും, നോണ പറയില്ല. എനിക്ക് ഈ നോണ പറഞ്ഞിട്ടുള്ള ശീലമില്ല. ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് തന്നെ പറയും, ഇല്ലെങ്കിൽ ഇല്ല എന്ന് തന്നെ പറയും. ഓക്കെ, എന്തും ചോദിച്ചോ. ബിജിജി നുണ പറയില്ല, ഇല്ല. എനിക്ക് എന്തിനാ നുണ പറയേണ്ട ആവശ്യം? എന്തിനു നുണ പറയണം? ചെയ്ത കാര്യം ഓപ്പണായിട്ട് ചെയ്തു എന്ന് പറയാൻ എനിക്ക് ഒരു മടിയില്ല. ഓക്കെ, കാരണം എനിക്ക് നിങ്ങൾ ആരുമല്ല ചെലവിന് തരുന്നത്. അതുകൊണ്ട് പിന്നെ എന്തിനും ഞാൻ മറ്റുള്ളവരെ പേടിക്കണം? ഓക്കെ, വഴുതനങ്ങ നല്ലതാ പടവലങ്ങ നല്ലതാ? എന്താണ് നല്ലത്? ഞാൻ ഇത് രണ്ടും ട്രൈ ചെയ്തിട്ടില്ല. ഓക്കെ, അതുകൊണ്ട് ഈ പടവലയത്തിനെ കുറിച്ചും വഴുതനങ്ങനെ കുറിച്ചും ഐഡോ എന്നോ അറിയില്ല. ഫോർഷാഡോ എന്ത് ചെയ്ത് അത് പറ. എന്തുട്ടാ? ഹസ്ബൻഡും മക്കളും എവിടാ? ഹസ്ബൻഡ് ഇല്ല, മക്കളും മുന്നിൽ അമ്മച്ചു നോക്കുന്നു. ബിജി 100% പെർഫെക്റ്റ് ആണ്. ഞാൻ നിങ്ങൾ പറഞ്ഞ പോലെ നിങ്ങൾ ചോദിച്ചോ, ചെയ്തെങ്കിൽ ചെയ്തെന്ന് പറയും, ഇല്ലെങ്കില്ല. അറിയുന്ന അറിയില്ല പറയാൻ പറ്റുള്ളൂ. ഗസ്റ്റ് അതിന് മ്യൂട്ട് അടിച്ചാളാ കേട്ടാ. ഫോർഷാഡോ
കുറെ നേരിട്ട് ആ വേട്ടാവളി ഗസ്റ്റ് ചോദിക്കുന്നു. അവന് പറപ്പിച്ചോ. ഹസ്ബൻഡ് വേക്കൻസി ഉണ്ടോ? ഇല്ല. ഷിബുസേ, അവൻ കുറേ നേരമായിട്ട് ഗസ്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്നു. ശല്യം വരുന്നു. എന്നെ ഇപ്പൊ ആർക്കൊന്നും ചോദിക്കാനില്ലേ? അല്ല, കഴിഞ്ഞോ? ആവശ്യമുള്ള ആർക്കൊന്നും ചോദിക്കാനില്ല. ആവശ്യമില്ലാത്ത ആൾക്കാർ ഇങ്ങനെ അത് ചെയ്യോ ഇത് ചെയ്യോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കും. ഇപ്പൊ ആർക്കൊന്നും ചോദിക്കാനില്ലേ? ചോദിക്കുന്ന പറ. മരം കുത്തി രാവണനെ കാലിൽ പിടിച്ച് സമാനത്തിൽ കയറ്റി. ഒന്ന് ഇതടിക്കോ, പിൻ ചെയ്ത് വെക്കോ? എടാ എന്റെ മോഡേർമാർ ശ്രദ്ധിക്ക്. ഞാൻ വായിക്കാത്ത കമന്റുകൾ പിൻ ചെയ്ത് വെച്ചേ. ഒന്ന് പിൻ ചെയ്യോ? ആ കമന്റ് ഒന്ന് പിൻ ചെയ്യടാ ആരെങ്കിലും. ഓക്കെ. മരം കൊത്തി എന്താ പേര്? സൽമാൻ അല്ലേ? മരം കൊത്തി രാവണനെ കാലിൽ പിടിച്ച് സാമാനത്തിൽ കയറ്റി. ഒരു മിനിറ്റ് ഫുള്ളും വായിക്കട്ടെ. മരം കൊത്തി രാവണനെ കാലിൽ പിടിച്ച് സാമാനത്തിൽ കയറ്റി. കാലിൽ പിടിച്ചു സാമാനത്തിന് കയറ്റി അടിച്ചാ മതി. ഒന്ന് പെടാൻ വൈകി. നീ എന്തൊക്കെ എഴുതി വിടുന്നേ? ആദ്യം മലയാളം എഴുതാൻ പഠിക്കും. ഓക്കെ. എനിക്കിപ്പോ രാവണനെ എന്റെ കാലിന്റെ ഇടയിൽ വെക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. ഒന്ന് പോടൂ. ഞാൻ രാവണനെ അങ്ങനെ കണ്ടിട്ടില്ല മൈരേ. ഇപ്പോ ജോലി എന്താണ്? എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നലത്തെ പാർട്ടി? ബീച്ചായിട്ടാ ഇന്നത്തെ പാർട്ടി കൊള്ളാം, സൂപ്പറായിരുന്നു. അത് അൺമ്യൂട്ടാക്കിട്ടാ. അൺമ്യൂട്ടാക്കാ കമന്റ്. ഇനി അവന്റെ മ്യൂട്ട് വേണ്ട. അൺമ്യൂട്ടാക്കിക്ക അവന്റെ കമന്റ്. ഒരു വട്ടം വായിച്ച്. ഹായ് ബിച്ചി, ഹായ്. അൺമ്യൂട്ടാക്കിക്കാപ്പാ. ഫോർഷാഡോ അതൊന്ന് അൺമ്യൂട്ടാക്കി. ഇനി അവന്റെ കമന്റ് വേണ്ട. ജോലി പറഞ്ഞു കൊടുക്ക്. ജോലി ഇവിടെ എല്ലാവർക്കും അറിയാലോ. ഞാൻ കസ്റ്റമർ എടുക്കാന്ന് പറഞ്ഞാൽ ഞാൻ അപ്പാർട്ട്മെന്റ് വർക്കിന് പോകുന്ന ലേഡി എന്നിവിടെ എല്ലാവർക്കും അറിയാം. ആക്കി ചേച്ചി, ബിജി ചേച്ചിക്ക് അതൊന്ന് പിൻ ചെയ്തേ. അതൊന്ന് പിൻ ചെയ്യോ. ഇങ്ങനെ ഇരുന്ന് ആരും പറയില്ലേ. ഞാൻ എന്തിനാടാ നോണ പറയേണ്ട ആവശ്യം? ബിജി ചേച്ചിക്ക് സുഖിച്ചത് എപ്പോഴാ? അടുത്ത കാലത്തൊന്നും പറയണ. ഞാൻ എപ്പോഴും മന്തിൽ എപ്പോഴും സുഖിക്കാറുണ്ട് മുത്തേ. കഴിഞ്ഞ ആഴ്ച സുഖിച്ചോളൂ. കഴിഞ്ഞ എന്തായിരുന്നു? ബുധനാഴ്ച, ചൊവ്വാഴ്ചയാ? തിങ്കളാഴ്ച അല്ലേ? ചൊവ്വാഴ്ച. തിങ്കളാഴ്ചയല്ലേ എന്നാടാ ആൾക്ക് ഒരു ബന്ധു എന്ന് പറഞ്ഞത്? ചൊവ്വാഴ്ച സൂചിച്ചോളൂ മുത്തേ. ബുധൻ, വ്യാഴം, വെള്ളി 4 ദിവസമായിട്ടുള്ളൂ. ഓക്കെ, സൂചിച്ചു. നാളെ പറയണ എന്തിനാ? ഇനി അത് അൺമ്യൂട്ടാക്കിട്ടോ. ആരെ സൂചിപ്പിച്ചേ? ഇവിടെ വരുന്ന ആളാ ലൈവില്. ഓക്കെ. പേര് പച്ചയ്ക്ക് തന്നെ പറയും. വിവേടൻ തന്നെ പറയും. കാരണം എനിക്ക് ആ പേര് പറയുന്നതിനൊരു മടിയില്ല. കാരണം അത് ഫേക്കാ, അത് ഓജിയല്ല. അതുകൊണ്ട് ഓക്കെ. മ്യൂട്ട് അല്ലെങ്കിൽ ബ്ലോക്ക് പറയണത് നോക്കി പറയും. എന്തോ ഞാൻ കരുതി എൻ്റെ പേര് പറയുമെന്ന്. വിവിയന്റെ പേര് പറയുന്നതുകൊണ്ട് വിവിയന് കുഴപ്പമില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആൾ ഓജിയല്ല. ആളുടെ പേരും അതല്ല. ആളുടെ ID അതൊരു ഫേക്ക് ഐഡിയുടെ ഒരു പേര്. അത് എനിക്ക് ഉണ്ടാക്കിയ ഐഡിയ ആണ്. അത് ഐഡിയുടെ പേരാണ് വിവിയൻ. ആൾ ഓജിയല്ല കേട്ടാ, ഫേക്കാണ്. അതുകൊണ്ട് പേര് പറയും. ചോദിക്കാതെ ഒന്നും പറയില്ല. നിങ്ങൾ ചോദിച്ചോന്നേ ഞാൻ പറയുമല്ലോ. ഞാനും എന്നാലും അങ്ങനെ പറഞ്ഞൂടെ. വേറെ അറിയൂലേ? ഞാൻ പറയേണ്ടത് പറഞ്ഞു. എന്റെ കമന്റ് നീ നോക്കുന്നില്ല, വരുന്നില്ല കമന്റ്. വന്നാൽ അറിയാൻ പറ്റുള്ളൂ. ഫേക്ക് ഐഡി കുറിഞ്ഞു നിൽക്ക്. ഇപ്പോൾ തരാം. ബ്രഹ്മു പോയ പാവം ബ്രഹ്മു. ബ്രഹ്മ മാല ന്യൂ ആണോ? ഇല്ല, മാല മേടിക്കണം എന്ന് കുറെ പൂതിയുണ്ട്. നോക്കട്ടെ മാല. ബിജിമോൾ സുഖാണോ? സുഖാണ്. അവനിസുക്ക
ഇന്ന് അപ്പൂനൊന്നും കാണാനല്ലോ. കഴിഞ്ഞോ? ചോദിക്കേണ്ട ചോദ്യങ്ങളൊക്കെ കഴിഞ്ഞാ? കിട്ടേണ്ടവർക്ക് ഉത്തരം കിട്ടിയില്ലേ? ഐ ലവ് യു. സെയിം ടു യു. ഫുഡ് കഴിച്ച് 6 മണിക്കല്ലേ കഴിച്ചേ? ഹായ് വിച്ചേച്ചി. ഹായ് ഏട്ടാ. എടാ ഒന്ന് ലൈക്ക് അടിച്ചാട്ടോ. 5K ലൈക്ക് അടിക്കണേ. ഞാൻ പ്രണയിച്ചോട്ടെ? സോറി, എനിക്ക് ആരോടും പ്രണയിക്കാൻ താല്പര്യമില്ല. ഹായ്, ഐ ലവ് യു. സെയിം ടു യു. മോളു അല്ല മോളെ, നിന്റെ ട്രൗസർ എവിടെ പോയി? അത് ഞാൻ ഇടൂല, എന്റെ ചടവും ഇഷ്ടമല്ല. മീൻസ് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന കുട്ടികൾക്ക് ഇഷ്ടമല്ല അങ്ങനത്തെ ഡ്രസ്സ്. അതുകൊണ്ട് അവനിവിടെ വരവുമില്ല. എന്തോ ചെക്കൻ. എന്നാലും നമ്മുടെ ഇഷ്ടമുണ്ടെങ്കിൽ വരും.